സോ ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ബ്രാൻഡ് ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഒരു മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസ് സർവൈവൽ. അപ്പോൾ എന്തായാലും നമുക്കിത് നമ്മുടെ പ്ലെയിനല്ല, ഇത് ഈ ബയോൻ്റെ പേരെന്താണ്, എന്തായാലും ഈ ബയോമിലാണ് നമ്മൾ സ്പോൺ അയക്കുന്നത്. നമ്മുടെ സാധാരണ അല്ല അധികം സ്പോൺ ആവുന്ന ഒരു ബയോമിൽ ഇതിൻ്റെ പേരെന്താണ് ഞാൻ മറന്നു. കുഴപ്പമില്ല, ഫസ്റ്റ് തന്നെ ഫുഡ് കളക്ട് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, പിന്നെ നമ്മൾ അത്യാവശ്യം ഫുഡായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്നൊട്ടിൻ്റെ ഓരോ എപ്പിസോഡ്സ് ഉണ്ടാവും. ചിലപ്പോൾ ഇത് നമ്മുടെ എപ്പിസോഡ് 1 ആണ്, എപ്പിസോഡ് 2, എപ്പിസോഡ് 3 അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മുടെ എപ്പിസോഡ് 1 ആട്ടാ. നമുക്കിത് എടുത്തേക്കാം എന്തായാലും. നമുക്കിത് അവിടെ ഇവിടെ ഷീപ്സ് കാണാണ്ട് ഇവരെ കൊല്ലാം. മൈക്കു വൂൾദാ, നമുക്ക് ഷീപ്സ് എന്തായാലും കൊല്ലണം, കാരണം നമുക്ക് ബെഡ് ഉണ്ടാക്കണം. ബെഡ് ഉണ്ടാക്കിയില്ലെങ്കിൽ നമുക്ക് നൈറ്റ് സർവൈവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഗൈസ്, വേറൊരു കാര്യം, ഞാൻ നമ്മുടെ ഈ മൈൻക്രാഫ്റ്റ് വേൾഡിലില്ലേ ഒരു നൈറ്റ് വിഷൻ്റെ മോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടാക്കിയിട്ടുണ്ടെന്നല്ല, സോറി, ഇട്ടുണ്ട്. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് നൈറ്റിനെ പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സിമ്പിളായിട്ട് കേവിൽ പോയിട്ട് ഓരോ ഡയമണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. പേടിക്കേണ്ട ആവശ്യമില്ല, അത്രേ ഉള്ളൂ. നമുക്ക് രാത്രിയായാലും നമുക്ക് നൈറ്റ് ആവില്ല. അത് നമ്മുടെ ഈ സർവൈവൽ സീരീസിലെ ഈ നമ്മുടെ വേൾഡിൽ ഇട്ടുണ്ട്. നമുക്ക് നൈറ്റിൽ സാധാരണ നമുക്ക് നൈറ്റിലൊന്നും കാണാൻ പറ്റില്ല, പക്ഷെ ഇതിൽ നമുക്ക് കാണാൻ പറ്റും. ഞാനൊരു മോഡ് ഇട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ആ മോഡ് ആവശ്യമാണെങ്കിൽ പറയണം. പക്ഷെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വേൾഡിലിട്ട് കളിക്കണമെന്നുണ്ടെങ്കിൽ പറയണം, ഞാൻ ലിങ്ക് അയച്ചുതരാം. എന്തായാലും നമ്മുടെ ഫസ്റ്റും കുറച്ച് ഫുഡ് ആക്കിയത് ഒരു കേവ് കാണാനില്ലല്ലോ. ഒരു മിനിറ്റ്, നമ്മൾ കോർഡിനേറ്റ്സ് ഒന്നും ഓൺ ആക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ കോർഡിനേറ്റ്സും ഡേയ്സും ഓണാക്കാം. നമുക്ക് നമ്മുടെ ഈ ഒരു പരിസരത്തിനായിട്ട് നമുക്ക് നമ്മുടെ വീടുണ്ടാക്കാം. കാരണം ദൂരത്തേക്ക് പോകണ്ട ഗൈസ്, ശരിയാവില്ല. ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നമുക്ക് ദൂരത്തേക്ക് പോവാം. നമ്മുടെ ഈ സ്പോൺ പോയിന്റിൻ്റെ അടുത്ത് തന്നെ നമുക്ക് വീടുണ്ടാക്കാം, നല്ലത്. ഇവിടെ അടുത്തൊരു വില്ലേജില്ല, ഇതിന് വല്ല ചാവത്ത് ഹിറ്റാവണില്ല തോന്നുന്നു. ഇവിടെ കേവൊന്നും ഇല്ലല്ലോ. പ്ലെയിൻ ആയിട്ടുള്ളൊരു ഭയമല്ല, പ്ലെയിനായ ഒരു ഏരിയ കിട്ടിയിട്ടുണ്ട്. കുറേ ഈ പച്ച ഫുഡിനെ കഴിക്കാം. കുഴപ്പമില്ല, ഇവിടെ കേവൊന്നും ഇല്ലല്ലോ. എന്തങ്ങനെ കേവൊന്നും കാണില്ല. നമുക്ക് തൽക്കാലത്തിന് അടിയേക്ക് കുഴിച്ചു വെച്ചിട്ട് പോവാം. ഇവിടെ സ്ട്രിപ്പ് മൈനിങ് ചെയ്യണ്. ഒരു മിനിറ്റ്, ഇതോടെ പോയി ഡേർട്ട് അടിക്കട്ടെ. ഓക്കെ, എന്തായാലും നമുക്കൊരു സ്റ്റോൺ ലെവലിൽ ആ ഭാഗത്തൊക്കെ എത്തിയാൽ മതി. അത്യാവശ്യം സ്റ്റോൺ ടൂൾസൊക്കെ ഉണ്ടാക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ഇത് കുറേ ഇപ്പോൾ ഡേർട്ട്. ഓക്കെ, ഇതാ സ്റ്റോണിൻ്റെ ഭാഗം എത്തിയിട്ടുണ്ട്. അത്ര സ്റ്റോണിൻ്റെ ആവശ്യമില്ല, കുറച്ച് സ്റ്റോൺ മതി. ഓക്കെ, നമ്മുടെ വീട്ടിലത്തെ ഫസ്റ്റത്തെ സ്റ്റോൺ. ഇതൊന്നും മറ്റേ ഡയോറൈറ്റ് അല്ലേ ഇത് തോന്നുന്നു. കുറച്ച് സ്റ്റോൺ കളക്ട് ചെയ്യാം. ഇത് സ്റ്റോൺ കിട്ടാത്തത് കുഴപ്പമില്ല, മീതത്തെ മീനീതൊക്കെ. നമുക്ക് എന്തായാലും ഇപ്പോൾ അത്യാവശ്യം സ്റ്റോൺ ആയില്ലേ, ഇതായിട്ട് നമുക്ക് സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കാം. എട്ടെണ്ണായി. ഫസ്റ്റ് നമുക്കൊരു
പിക്കാക്സ് ഉണ്ടാക്കാം. ഇനി കുറച്ച് സ്റ്റിക്സ്, അതിനുശേഷം പിക്കാക്സ്, ആക്സ്, ഒരു സ്വാഡ് കളക്ട് ചെയ്തേക്കാം. സോറി. അപ്പം നമുക്ക് മൈൻ ചെയ്യാം ഗൈസ് കുറച്ചുകൂടി. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ എന്താ ഏകദേശം ഇതൊക്കെ 32ൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇത്രയും മൈൻ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയിപ്പോൾ 21 കോബിൾ സ്റ്റോൺ, ഒരു ഫുൾ സ്റ്റാക്ക് കോബിൾ സ്റ്റോണും കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ചതായി ഗ്രനൈറ്റും പിന്നെ ഡയറൈറ്റൊക്കെ കിട്ടിയത്. ആവശ്യമില്ല, നമുക്ക് പുറത്ത് വെക്കാം. നൈറ്റാണെന്നാണ് തോന്നുന്നത്. നൈറ്റാണ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ബെഡ് വെക്കാം. ഓക്കെ, ഞങ്ങൾക്ക് പോയേക്കാം. എനിക്ക് നോ ഇത് ചിക്കൻ ജോക്കി അല്ലേ? ഇത് റേറല്ലേ? ഓ ശരി മരിച്ചു ഗൈസ്. ഇത് റേറല്ലേ? ഇത് മറ്റേ ഒരു ചിക്കൻ്റെ മീതെ ഒരു സോംബി വരുന്നത്. എന്താ പറയുക, ചിക്കൻ ജോക്കി അങ്ങനെ എന്തോ പറയും. ഇത്ര ഓർമ്മയില്ല, അങ്ങനെ എന്തോ അറിയില്ല. എന്താ അറിയില്ല. എന്താ നമുക്ക് ഇതുണ്ടാക്കാം. ഒരു ഫർണസ് ആവശ്യമുണ്ട്. ഇതെന്തത്? ഓക്കെ, കോളുണ്ടതിന്. അടുത്ത് കോളില്ല. വുഡ് ഉണ്ടായിട്ട് കുറച്ച് പ്ലാങ്ക് ഉണ്ടാക്കിയ പോലെ. അല്ല വേണ്ട, നമ്മുടെ ഇത് വെക്കാം. നമ്മുടെ കൂടെ സോഡ് വെച്ചിട്ട് നമ്മുടെ ഈ ഫുഡ് വെക്കാം, കുക്ക് ചെയ്യാൻ. അത് കുക്കായി കിട്ടുന്നുണ്ടാവും അല്ലേ? ഫുള്ളായാലും കുറച്ച് കുക്കാവും ഉണ്ടാവും. ഇതിന് പോലെ ഗൈസ് പിന്നെ ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ഈ ഒരു വയസ്സത്തായിട്ട് നമുക്കൊരു ഹൗസ് ഉണ്ടാക്കാം. ആ ഒരു മലയുടെ മീത് നോക്കിയാലോ? ഫസ്റ്റ് നമ്മുടെ ഈ ഫുഡ് റെഡി ആവട്ടെ. ഇത്രയേ ഉള്ളൂ ഉള്ളത് കൊണ്ട്. എന്തത് ആകെ ഒന്നായിട്ടുള്ളൂ ഗൈസ്. ഒന്നും കുഴപ്പമില്ല, കഴിക്കാം. എൻ്റെ വയറ് മൊത്തം നിറഞ്ഞു. നമ്മുടെ ആക്സ് പൊട്ടിയില്ലേ? ഒരു ആക്സും കൂടി ഉണ്ടാക്കിയതാ. ഓക്കെ, അതെടുത്തു. പിന്നെ നമ്മളിവിടെ നമുക്ക് ബോട്ട് ആവശ്യമില്ലേ? വേണോ ബോട്ട്? വേണ്ട, നമുക്ക് വെള്ളത്തിൽ കൂടെ നീന്തി പോവാം. ഈ ഭാഗത്തായിട്ട് വിടാം. ഓക്കെ ഗൈസ്, ഇവിടെ അടുത്ത് അവിടെ ഒരു വില്ലേജ് ഉണ്ട്. അത് പംകിനല്ലേ അത് തോന്നുന്നു. ഇവിടെ എവിടെ ഉണ്ട്? ഈ മലയുടെ അടിയിൽ തന്നെയാ മതി. നമുക്ക് പംകിൻ ആവശ്യം വേണ്ട. നമുക്ക് പംകിൻ പയ്യൊക്കെ ഉണ്ടാക്കാം. ചെറുതെ ഫുഡിന് ആവശ്യമായിട്ട്. എത്ര പംകിനുള്ളൂ? കുറവാണല്ലോ. എന്തായാലും കുഴപ്പമില്ല. ഈ മലയുടെ അപ്പുറത്തായിരിക്കും ചിലപ്പോൾ വില്ലേജ്. അവിടെ എന്തായാലും ഗൈസ്, ഞാൻ വില്ലേജ് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണാം. ഗൈസ്, ഫൈനലി വില്ലേജ് കിട്ടി. എനിക്ക് മഴയും പെയ്തല്ലോ. എന്തായാലും പോവാം. യെസ്, വില്ലേജ് കിട്ടി. കുറേ തരുന്നുണ്ട് ഞാൻ. ഇപ്പോൾ കിട്ടി. എന്തത് സാധനം? എന്തറിയില്ല. രാത്രി ആയോ? ഇല്ല. ഫസ്റ്റിന് കേസ് നോക്ക്. എൻ്റെ ഹങ്കർ നോക്ക്. ഞാൻ പച്ച റോ ബീഫ് കഴിച്ചിട്ടാണ് എൻ്റെ ഹെൽത്ത് ഹങ്കർ ഇതാക്കി വെച്ച്. ഇവിടെ എവിടെയും ഹേവേലില്ല. ഫസ്റ്റ് തന്നെ ക്യാറ്റുണ്ട്, ബീട്രൂട്ട് ഉണ്ട്.
ഇത് ക്യാറ്റ് ഉണ്ട്, എടുത്തേക്കാം. എനിക്ക് എല്ലാ ക്യാറ്റും എടുക്കാം ഗൈസ്. പിന്നെ പിന്നില്ലേ നമുക്കിനി ഇവിടുന്ന് ഓരോ ഈ വില്ലേജസിന് എടുത്തിട്ട് നമ്മുടെ വീടിവിടെ അടുത്തവിടെ നിന്ന് ഉണ്ടാക്കാം. അപ്പോൾ ആ വീട്ടിലേക്ക് നമുക്ക് ഓരോ നമ്മുടെ എൻചാൻമെൻറ്റിനൊക്കെ എന്തായാലും വില്ലേജസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കപ്പോൾ ഇവിടെ പിന്നെ അങ്ങനെ ഫാർമൊക്കെ ഇരുന്നോട്ടെ, ഇതിനെ കേട് വരുത്തണം എന്തായാലും. ഇവിടെ തന്നെ തിരിച്ച് നമുക്ക് നട്ടേക്കാം സാധനങ്ങളൊക്കെ. അധികം ആവശ്യമില്ല ഇപ്പോൾ ഫുഡിൻ്റെ. പക്ഷെ ഇവിടെ വീട്ടില്ല, സോറി ഹേബയിലില്ല. അതാ ഹേബയിലതാ അതുപോലെ ക്യാരറ്റ് അയച്ചേക്കാം. പോവാ നമുക്ക് ഈ വീറ്റ് എടുക്കാം. ഓക്കെ എടുത്തു, മൊത്തം എടുത്തു. പിന്നെ ബ്രെഡ് ആക്കിയേക്കാം ഗൈസ്. ഫസ്റ്റ് ഇതിനെ വീറ്റാക്കാം. ശേഷം ഇതിന് 62 വീറ്റാ. ഇനി ബ്രെഡാക്കാം, ഫുള്ള് ബ്രെഡാക്കാം. അത്യാവശ്യം ഇത്ര ബ്രെഡ് മതി. ഓക്കെ, ഇതും കഴിക്കാം. നമ്മുടെ ഹങ്കർ പിന്നെയും കുറഞ്ഞു ഗൈസ്. ഓക്കെ, ഹങ്കർ ഫുള്ളായി. ഇത് രാത്രി ആയപ്പോൾ നൈറ്റ് വിഷൻ്റെ മോഡ് ഇട്ടുകൊണ്ട് അറിയില്ല. ഓക്കെ, രാത്രി ഉറങ്ങാം. ഓക്കെ, റീസ്പോൺ പോയിന്റ് സെറ്റ് ആയി. നമുക്കിനി വില്ലേജിൽ വില്ലേജിലിപ്പോൾ ശരി ക്രീപ്പറാണല്ലോ. അത് ഫാം നശിപ്പിക്കണം. ശരി പൊട്ടു ഇല്ലല്ലോ. നമുക്ക് ആ ക്രീപ്പറിനെ കൊല്ലാം. ശരി പൊട്ടി. ഒന്നുമില്ല. ഓക്കെ, വാട്ടർ നല്ല പൊട്ടി, അതുകൊണ്ടാവും. എന്തായാലും നമുക്കിനി അടുത്ത പണിയെന്ന് വെച്ചാൽ ഇവിടുത്തെ അയൻകുളത്ത് കൊല്ലാം. അയൻകുളം അവിടെ അതൊക്കെ നോക്കണം. വീണ്ടും ഗൈസ്, ഒന്നോ ഇതിപ്പോൾ എന്താ ഉണ്ടായി ഗൈസ്? പണി കുറച്ച് പാളി. നമ്മളെ അയൻകുളം കൊന്നു. ഞാനത് വീടിൻ്റെ ഉള്ളിൽ കയറാൻ വിചാരിച്ചത്, പക്ഷേ നമ്മുടെ ഗെയിം ലാഗായി. എന്തായാലും ഞാൻ തിരിച്ചങ്ങോട്ട് പോയിട്ട് നിങ്ങൾ കാണാം. ഞാൻ അതങ്ങോട്ട് എത്തി. കുറേ നേരം എടുത്തു, ഭാഗ്യത്തിന് എത്തി. എന്നാലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായില്ല ഈ ആറങ്കോളം ഇങ്ങനെ ഇത്രട്ടം കൊല്ലുണ്ടാവും. കാരണം എനിക്ക് ആ സമയത്ത് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല. എൻ്റെ ഗിഫ്റ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു ഫോൺ. അപ്പോൾ ഫോണല്ല, മൈൻക്രാഫ്റ്റ്. കാരണം അത് ബഗ് റോക്കല്ലേ, എനിക്കറിയുന്ന കാര്യമായിരിക്കും. ഇപ്പോൾ ബെഡ് റോക്കാണല്ലോ കളിക്കുന്നത്. പിന്നെയും ചാവുമെന്നൊരു പേടിയുണ്ട്. ഓനോ ചേച്ചിനെ വെള്ളത്തിൻ്റെ ഉള്ളിൽ പോയാലും എന്ത് ചെയ്യാ? അയ്യോ 1 2 അയ്യോ. ഓക്കെ ഗൈസ്, സൗഭാഗ്യം. ഓക്കെ, പിന്നെ ഈ അയൻകുളത്തെ കൊന്നിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാ നമ്മുടെ അയൻകുളം വെച്ചിട്ടുണ്ട്. നമുക്ക് എത്ര അയൻ കിട്ടി നോക്കാം. 3 അയൻ കിട്ടിയിട്ടുണ്ട്. ഈ 3 അയൻ വെച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ? ഇവിടെ റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്യാം. പിന്നെ ഒരു എക്സ്ട്രാ ബെഡ് നമ്മുടെ കയ്യിൽ നിന്നോട്ടെ. പിന്നെ നമ്മൾ ഈ ഒരു സർവൈവൽ സീരീസിലോ നമ്മൾ അധികം കളിക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് വേറൊരു സർവൈവൽ സീരീസും തുടങ്ങാം. ഓക്കെ, നമ്മുടെ എല്ലാ വീടും ലൂട്ട് ചെയ്തിട്ടില്ല, നോക്കിയിട്ടില്ല. ഇതിൽ ചെസ്റ്റ് ഉണ്ടായിരുന്നോ? ഓക്കെ, അവിടെ ഇല്ല. ഈ വീട്ടിലിപ്പോൾ നമ്മൾ കയറി, അവിടെ ഒന്നുമില്ല. ഇനി
എന്താ ആ വീട്ടിൽ കയറാണ്ട്. ഈ വീട്ടിൽ നമ്മൾ കയറില്ല. ഈ ചിലപ്പോൾ ജസ്റ്റ് ഉണ്ടാവും. ജസ്റ്റ് ഉണ്ടാവും. എന്താക്കാം, ആപ്പിള് ഫുഡിൻ്റെ ഇപ്പം എന്തായാലും ആവശ്യമുണ്ട്, കുഴപ്പമില്ല. ബുക്കാ എന്താ ബുക്കിന് എന്ത് ചെയ്യാനാ വേണ്ട, അവിടെ ഇരുന്നോട്ടെ. ഇനി വേറത് അടുത്ത് ഈ വീട്ടിലൊന്നുമില്ല. രാത്രി കൊണ്ട് കേസ് നമുക്ക് ആ ഒരു വീടും കൂടി, ആ 2 വീടും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം, എന്നിട്ടിറങ്ങാം. ഇവിടെ എന്താ അതിൻ്റെ എൻട്രൻസ് എവിടെ? ഇവിടെ എന്താണിത്? ഇവിടെ ഒന്നുമില്ല. പെട്ടെന്ന് പോവാം. ഇവിടെ ചെറി ബ്ലോസം ഉണ്ട്. ഞാൻ വിചാരിച്ചിരിക്കുന്നു ഈ ഒരു വേളിൽ ചെറിയ ബ്ലോസം ഉണ്ടാവില്ലോ എന്ന്. കാരണം ഇത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ഭംഗി നല്ല. നമുക്കിത് നമ്മുടെ വീടിൻ്റെ അടുത്ത് വെക്കാം. നമ്മൾ വിചാരിച്ചത് ഇത് ഉണ്ടാവില്ലോ, ഭാഗ്യത്തിൻ്റെ. ഇതിലൊന്നുമില്ല ഈ വീട്ടിലും. എന്താ ഇത്? വില്ലേജിൻ്റെ വീട്ടിൽ നമുക്കൊരു ലൂട്ടും കിട്ടിയില്ല. പക്ഷെ ഈ വില്ലേജിൽ നിന്ന് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ അടുത്തുള്ള ചെറിയ ബ്ലോസം ഇവിടെ തന്നെ വീട് വെച്ചാലോ? ഓക്കെ നോക്കാം. ഇതിൻ്റെ അടുത്ത് തന്നെ ഇട്ട് വീട് വെക്കാം. പിന്നെ രാത്രി ഉറങ്ങാം. ഓക്കെ. ഓക്കെ ഗൈസ്, അപ്പോൾ സോംബിയല്ല മൊത്തം. പിന്നെ ഗൈസ്, അപ്പോൾ നമുക്ക് ആദ്യത്തെ എപ്പിസോഡിൽ നിന്ന് വീടുണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇപ്പം ഇന്നിപ്പോൾ ചിരിക്കുന്ന സത്യം പറഞ്ഞാൽ അധികമൊന്നുമില്ല. കുറച്ച് ഫുഡ് കളക്ട് ചെയ്തു. പിന്നെ ഈ വില്ലേജ് നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ ഈ ചെറിയ ബ്ലോസം കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ എവിടെയെങ്കിലും വീട് വെക്കണം. ഒരു ഇവിടെ ഒരു മലയില്ലേ ഈ ഭാഗത്തായിട്ട്. നമുക്ക് ഫസ്റ്റ് ചെറിയ ബ്ലോസം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇതിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം വെച്ചത് ഈ ചെറിയ ബ്ലോസം ഉണ്ട്. അതിൻ്റെ ലീവ്സൊക്കെ ഇതിൻ്റെ അടുത്ത് നോക്ക്. അതിൻ്റെ ലീവ്സൊക്കെ നിലത്ത് വീഴും. അത് കണ്ടോ? ഇത് ഷെയ്ഡേഴ്സൊക്കെ ഇട്ടിട്ട് കളിച്ചാൽ അത്യാവശ്യം നല്ല ഭംഗി ഉണ്ടാവും. പിന്നെ എന്തായാലും ഇതിൽ കുറച്ച് ഷെയ്ഡേഴ്സ് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇത് എത്ര വലുതാ? നല്ല വലുതാണല്ലോ. ഇത് അത്യാവശ്യം നല്ല വലിയ ഗൈസ്, നല്ല വലുതാണ്. ഇത്ര വലിയ ചെറിയ ബ്ലോസാ, അത്യാവശ്യം നല്ല വലുത്. ഇത് വടം തൊട്ട് ആ ഭാഗം തൊട്ട് ഇനിയും ഉണ്ടാ? ഇത് ഏതുവരെ ഉള്ളു? ഇതുവരെ ഉണ്ട്. ഇവിടം തൊട്ട് ഈ അറ്റം വരെ ഉണ്ടത്. ഇതുവരെ അറ്റം വരെ ഉണ്ട്. എന്നിട്ട് കുറേ നടക്കണം, കാണാനായിട്ടുണ്ടോ? ആ അറ്റം തൊട്ട് ആ അറ്റം വരെ ഉണ്ട്. എന്തായാലും നമുക്ക് ഈ ഭാഗത്തോടെ ഏതെങ്കിലും വീട് വയ്ക്കാം. ഞാൻ ചോദിക്കുന്നതൊക്കെ ഈ ഒരു സ്ഥലവും നന്നാവും ഉദ്ദേശിച്ചതിന്. നമ്മളെന്തായാലും ഈ എപ്പിസോഡിൽ നമ്മുടെ ഹൗസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവിടെ എവിടെ മല ഇപ്പോൾ അതെ ഈ ഒരു മല ഉണ്ടല്ലോ, ഇത് കാണാൻ ഭംഗിയുണ്ട്. കുഴപ്പമില്ല. ഈ ഭാഗത്തായിട്ടൊക്കെ നമുക്കൊരു വീട് വയ്ക്കാം. ഒരു മലയുടെ മീതെ വയ്ക്കണം, കാരണം അപ്പോഴൊരു എൻ്റെ ഒരു ആയിട്ടുള്ള വ്യൂ കിട്ടും. അങ്ങനെ ആ മലയുടെ ആ ഭാഗത്തായിട്ട് വയ്ക്കാം. ഇവിടെ ഈ മല ഈ ഭാഗത്തായിട്ട് നമുക്ക് വയ്ക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ അപ്പോൾ വേറൊന്നുമില്ല. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അപ്പോഴേക്കും ബൈ ബൈ.